എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം. മർക്കോസ് 16:3. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. ഈസ്റ്റർ കഴിഞ്ഞ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം മനസ്സുകളിൽ പേറി. ക്രിസ്തീയ വിശ്വാസ ജീവിതം നയിക്കുന്ന നമുക്ക് വ്യത്യസ്തമായ ആശങ്കകളും ഭയങ്ങളും ഭൗമികമായി നമ്മെ ചൂഴ്ന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. മർക്കോസ് പറയുന്നത് കല്ലറയുടെ വാതിൽ നമുക്ക് വേണ്ടി ആർ തുറക്കും എന്ന ആശങ്കയോടെ സംശയം പങ്കുവയ്ക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. അമേരിക്കയിൽ അടിമത്തം ഇല്ലാതാക്കാനുള്ള വിളംബരം 1863 ജനുവരി മാസം 1-ാം തീയതി എബ്രഹാം ലിങ്കൻ പ്രഖ്യാപിച്ചു. എന്നാൽ വിളംബരം ഒപ്പുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ വിറച്ചു തുടങ്ങി. ഏകദേശം കൈ സ്തംഭിച്ചതുപോലെയായി. വിറച്ചുകൊണ്ട് ഒപ്പിട്ടാൽ താൻ സംശയിച്ചാണ് ഒപ്പിട്ടത് എന്ന് ഭാവിയിൽ പറയാൻ ഇടയാകും. അതുകൊണ്ട് ധൈര്യം അവലംബിച്ച് പൂർണ്ണ നിശ്ചയത്തോടു കൂടി അദ്ദേഹം ഒപ്പുവെച്ചു എന്ന് പറയപ്പെടുന്നു. ദ ഗ്രേറ്റ് ഇമാനിസിപ്പേറ്റർ എന്ന് ലോകം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. യേശുവിൻ്റെ മരണശേഷം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കലേക്ക് ഏതാനും സ്ത്രീകൾ ഓടുകയായിരുന്നു. ശവശരീരത്തിൽ സുഗന്ധവർഗം ലേപനം ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ പുരുഷന്മാർ സുഷുപ്തിയിൽ കഴിയുമ്പോൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയിലേക്ക് സ്ത്രീകൾ ഭയം കൂടാതെ ഓടി എന്നത് അത്ഭുതാവകമാണ്. എന്നാൽ അവർ തമ്മിൽ പറയുന്നത് കല്ലറയുടെ കല്ല് നമുക്ക് വേണ്ടി ആരാണ് ഉരുട്ടി മാറ്റുക? അതവർക്ക് അസാധ്യമാണ്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അവർക്ക് വേണ്ടി കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. കല്ലറയിൽ ശവശരീരമില്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയിർത്തെഴുന്നേറ്റു എന്ന ദൂതന്റെ ശബ്ദമാണ് അവർ കേട്ടത്. ശവപ്പറമ്പ് മൂകതയുടെ പര്യായമാണ്. ടി.എസ്. എലിയറ്റിൻ്റെ തരിശുഭൂമി എന്ന കൃതിയിൽ ആധുനിക ലോകത്തെ മൃതരുടെ സംസ്കാരമായും ജീവന്റെ പ്രത്യാശയില്ലാത്ത ശ്മശാനമായും ചിത്രീകരിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലും ഈ വിഷാദാത്മകത പ്രകടമാകുന്നുണ്ട്. പാറപ്പുറത്തിൻ്റെ പണിതീരാത്ത വീട്ടിൽ, വ്യാമോഹങ്ങളുടെ പണിതീരാത്ത വീടിൻ്റെ കൽത്തറയിൽ കബറടക്കപ്പെടുന്ന മനുഷ്യജീവിത കഥ ശോകാത്മകമായി ചിത്രീകരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ധീരതയോടെ വിട്ടുമാറാതെ നിന്ന സ്ത്രീകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ യോഹന്നാനെ ഭരമേൽപ്പിക്കുന്നതായും നമ്മൾ വായിക്കുന്നു. ഒരിക്കൽ ഒരു സൺഡേ സ്കൂളിൽ കുട്ടികളെ ക്രൂശീകരണ സംഭവം പഠിപ്പിച്ച ഒരധ്യാപിക കുട്ടികളോട് രസകരമായ ഒരു ചോദ്യം ചോദിച്ചു. യേശു അവസാനമായി അമ്മയോട് എന്തായിരിക്കും പറഞ്ഞത്? കുട്ടികളൊന്നും ഉത്തരം പറഞ്ഞില്ല. ഒടുവിൽ ഒരു കുട്ടി പറഞ്ഞു, ഞായറാഴ്ച കണ്ടോളാം എന്നായിരിക്കും. തമാശ രൂപേണ പറഞ്ഞതാണ് എങ്കിലും കുരിശിൻ്റെ നൊമ്പരം പുനരുത്ഥാനത്തിൻ്റെ പുലരിയിൽ അലിഞ്ഞ് ഇല്ലാതെ പോകുകയും കർത്താവ് ജയാളിയായി ഉദ്ധിതനാകുകയും ചെയ്യുന്നു. ഈ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടിക്കളയും? ഇത് യഹോവയാൽ സംഭവിച്ചു,
ഞങ്ങളുടെ കണ്ണിന് ആശ്ചര്യമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെയാണിത്. മോശയുടെ ഉള്ളിൽ ഒരു അഗ്നി കത്തിക്കൊണ്ടിരുന്നു. കഷ്ടത അനുഭവിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ വേദനയുടെ തീനാളം കത്തിയെരിയുന്നതിൻ്റെ ബഹിർസ്ഫുരണമായിട്ടായിരുന്നു മുൾപടർപ്പ് കത്തുന്ന സംഭവത്തിൽ ദൃശ്യമായത്. എമ്മുവേസിലേക്ക് പോയ ശിഷ്യന്മാർ കണ്ണു തുറന്നപ്പോൾ പറഞ്ഞത് ശ്രദ്ധേയമാണ്. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ലൂക്കോസ് 24-ാം അധ്യായം 32-ാം വാക്യം. ഒരുക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ദൈവദർശനം ഒരു യാഥാർത്ഥ്യമാകുമെന്നതിന് സംശയമില്ലെന്ന് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനവുമായി നിരന്തരം സമ്പർക്കമുള്ളവർക്ക് ദൈവശബ്ദം അർത്ഥവത്തായി തീരും. സംശയാലുക്കളാകാതെ വിശ്വാസത്തിൽ വളരുന്നവരായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സംശയാലുക്കൾക്ക് കല്ലറയുടെ കല്ല് എന്നും അടഞ്ഞു തന്നെയിരിക്കും. വിശ്വാസ കണ്ണുകൾ തുറന്ന് കല്ലറ കാണാം. ഇത് യഹോവയാൽ സംഭവിച്ചു, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. ഒഴിഞ്ഞ കല്ലറ നമുക്ക് തരുന്ന ചില ഉറപ്പുകൾ പരിശോധിക്കുമ്പോൾ മരണഭയം എന്ന കല്ല് ഇതാ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. The fear of death was rolled away. മനുഷ്യന് അടിസ്ഥാനപരമായി 3 ഭയങ്ങളാണ് ഉള്ളതെന്ന് പോൾ ടില്ലിക്ക് പറഞ്ഞിട്ടുണ്ട്. 1 മരണഭയം, 2 കുറ്റബോധ ഭയം, 3 ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ചുള്ള ഭയം. റഷ്യൻ പ്രസിഡന്റായിരുന്ന ക്രൂഷ്ചേവ് ജനതയ്ക്ക് നൽകിയ 3 ഉറപ്പുകൾ ഇങ്ങനെയായിരുന്നു. 1 യുദ്ധഭയത്തിൽ നിന്നുള്ള വിടുതൽ, 2 ഭയത്തിൽ നിന്നുള്ള വിടുതൽ, 3 അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം. എന്നാൽ റഷ്യൻ ജനതയ്ക്ക് ഈ വാഗ്ദാനങ്ങൾ നൽകിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനായി. നാസ്തികനായിരുന്ന ഗഥെ മരണസമയം ഇങ്ങനെ പറഞ്ഞു: അന്ധകാരം, അന്ധകാരം, ഓ ഇറ്റ് ഈസ് ഡാർക്ക്, ഇറ്റ് ഈസ് ഡാർക്ക്. അപ്പോൾ അവിശ്വാസിക്ക് കല്ലറയുടെ കല്ല് ഉരുണ്ടു പോയിട്ടില്ല. വിശ്വാസിക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ തുറക്കപ്പെടുന്ന കല്ലറകളെ ദർശിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസത്തിൻ്റെ നിരവധി കല്ലുകളുണ്ട്. നമുക്ക് ഉരുട്ടി മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ചില അടഞ്ഞ വാതിലുകളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ വിശ്വാസത്തോടെ നിൽക്കുന്നുവെങ്കിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് സഹായകമായി ഒപ്പമുണ്ടായിരിക്കും. പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് മറ്റാർക്കും അടയ്ക്കാൻ കഴിയില്ല എന്ന വസ്തുത പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മകളിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ മരണത്തെയും ഉത്ഥാനത്തെയും ഞങ്ങൾ ഓർക്കുകയും അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ പ്രത്യാശയുടെ നിറവിൽ പ്രതീക്ഷയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. അവിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. വിശ്വാസ കണ്ണുകളാൽ തുറക്കപ്പെടുന്ന വാതിലുകൾ ദർശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. അടിയങ്ങളെ നടത്തണമേ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ പുതിയ വർഷം ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.